മൂല്യങ്ങളോട് നീതി പുലർത്താത്ത ഒരു കലാരൂപത്തിനും നിലനിൽപ്പില്ല. അതുകൊണ്ട് തന്നെ കലയെ സ്നേഹിക്കുന്ന ഏതൊരു കലാകാരനും നമ്മുടെ സമൂഹത്തെ മറക്കരുത്. എന്തൊക്കെയായാലും കെലഡോസ്കോപ്പിൽ അടുത്തതായി പറയാൻ പോകുന്നത് ഒരു വ്യത്യസ്തനായ കലാകാരനെ കുറിച്ചാണ്. പരിചയപ്പെടാം 6ാം ക്ലാസ്സുകാരൻ ചിത്രരാജിനെ. കരവിരുതിൽ വിസ്മയം തീർക്കുകയാണ് കാസർഗോഡ് തൃക്കരിപ്പൂരിലെ ചിത്രരാജ് എന്ന 6ാം ക്ലാസ്സുകാരൻ. കളിമണ്ണിൽ ജീവൻ തുടിക്കുന്ന ശില്പങ്ങളാണ് ചിത്രരാജ് മെനയുന്നത്. 3ാം ക്ലാസ് മുതൽ ആരംഭിച്ചതാണ് ശില്പനിർമ്മാണം. ഇതുവരെയായി 50ലേറെ ശില്പങ്ങൾ ചിത്രരാജിൽ നിന്നും പിറവിയെടുത്തു. 3ാം ക്ലാസ്സിൽ നിന്നാണ് കള എടുത്തിട്ട് അവൻ ഞാൻ ചെയ്യുന്നത് പോലെ ഉരുട്ടിയൊക്കെ വെച്ച് അതിൽ കണ്ണും മൂക്കൊക്കെ വരച്ച് ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പോൾ 3, 4, 5ാം ക്ലാസ് ഇപ്പോൾ 6ാം ക്ലാസ്സിലേക്ക് വന്നതല്ലേ ഉള്ളൂ. ഈ 2 വർഷം കൊണ്ട് തന്നെ വളരെ നന്നായിട്ട് ചെയ്തു. മാതൃസ്നേഹത്തെ സൂചിപ്പിക്കുന്ന ശില്പങ്ങളാണ് ചിത്രരാജിനിഷ്ടം. വാർദ്ധക്യത്തിൽ പെറ്റമ്മയെ അനാഥാലയങ്ങളിലേക്ക് തള്ളിവിടുന്ന വർത്തമാനകാലത്താണ് മാതൃസ്നേഹം തുടിക്കുന്ന ശില്പങ്ങൾ ഈ 6ാം ക്ലാസ്സുകാരൻ നിർമ്മിക്കുന്നത്. പരിയാരം മെഡിക്കൽ കോളേജിലെ സീനിയർ ആർട്ടിസ്റ്റായ അച്ഛൻ പവിത്രന്റെ പിന്നാലെയാണ് ചിത്രരാജ് എപ്പോഴും. വീട്ടിൽ പവിത്രൻ ശില്പനിർമ്മാണം നടത്തുമ്പോൾ ചിത്രരാജും ഒപ്പം കൂടും. കളിമണ്ണിൽ അച്ഛൻ ചെയ്യുന്നതൊക്കെയും കുഞ്ഞു ചിത്രരാജും ചെയ്യും. പിന്നെ എന്താണ് ഈ ശില്പം ചെയ്യാൻ താല്പര്യം വരാൻ കാരണം? അച്ഛൻ നന്നായി ശില്പങ്ങൾ ഉണ്ടാക്കും. അച്ഛനോടാണ് പഠിച്ചത്. ആദ്യം ചിത്രനിൽ നിന്നും പിറവിയെടുത്തത് ചതുരവടിവുള്ള ഒരു മുഖമാണ്. പിന്നീട് അങ്ങോട്ട് 50ലധികം ശില്പങ്ങൾ ചിത്രരാജിന്റെ കരവിരുതിൽ പുറത്തു വന്നു. ഏറ്റവും കൂടുതൽ ശ്രദ്ധയാകർഷിക്കുന്നത് രവീന്ദ്രനാഥ് ടാഗോറിന്റെ അർദ്ധകായ ശില്പമാണ്. കുഞ്ഞു ശില്പിയെ കാണാൻ കെലഡോസ്കോപ്പിന്റെ ക്യാമറ എത്തിയപ്പോൾ അവൻ നിർമ്മിച്ചത് ഇരിക്കുന്ന മഹാത്മാഗാന്ധിയെയാണ്. പിലാത്തറ UP സ്കൂൾ വിദ്യാർത്ഥിയായ ചിത്രരാജിന് സ്കൂളിൽ നിന്നും അധ്യാപകരുടെയും സഹപാഠികളുടെയും പിന്തുണ കൂടി ലഭിക്കുന്നുണ്ട്. വീട്ടിലെത്തിയാൽ അച്ഛനെ പോലെ തന്നെ അമ്മ ഉഷയും സഹോദരൻ ശില്പരാജും ചിത്രരാജിനൊപ്പം കൂടും. 10ാം ക്ലാസ്സുകാരനായ ശില്പരാജും പേരുപോലെ തന്നെ ശില്പകലയിൽ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുണ്ട്. അച്ഛനും മക്കളും ശില്പനിർമ്മാതാക്കളായതിനാൽ ഇവരുടെ വീടും കളിമൺ ശില്പങ്ങളുടെ കൂടാരമാണ്. ഇപ്പോൾ കേന്ദ്ര സർക്കാർ കുഞ്ഞു ശില്പകാരന്മാർക്ക് നൽകുന്ന ഫെലോഷിപ്പിനായുള്ള പരീക്ഷ എഴുതി കാത്തിരിക്കുകയാണ് ചിത്രരാജ്. രാജ്യത്തെ 12,000 പ്രതിഭകൾ മാറ്റുരച്ച പ്രാഥമിക ഘട്ടത്തിൽ വിജയിച്ച് അവസാന ഘട്ടത്തിലേക്ക് കടന്നിട്ടുണ്ട് ഈ ശില്പി. കെലഡോസ്കോപ്പിന്റെ ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാവുകയാണ്. ഇതുപോലെ വ്യത്യസ്തമായ കാഴ്ചകളുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കണം. അറിയിക്കേണ്ട വിലാസം ടു ദ പ്രൊഡ്യൂസർ, കെലഡോസ്കോപ്പ്, ഇന്ത്യ വിഷൻ, 227 പാടിവട്ടം, കൊച്ചി 24.